ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നവനാസ്തികവും നാസ്തികവും രണ്ടാണ്. ഇന്നലത്തെയോ മഴയിൽ കിളിച്ചതല്ല, അതിനൊരു നൂറ്റാണ്ടിന്റെ തന്നെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത്. കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം ഇന്നലത്തെയോ മഴയിൽ കിളിച്ചതല്ല, അതിനൊരു നൂറ്റാണ്ടിന്റെ തന്നെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഇത് വളരെ പേർക്ക് അറിയില്ല എന്നുള്ളതാണ്. 1975 ഈ പ്രസ്ഥാനം ആദ്യമായി രൂപം കൊടുക്കുന്നത്. അത് ആലുവ അദ്വൈതാശ്രമ പാഠശാലയിൽ വെച്ച് കേരളത്തിലെ നവോത്ഥാന ശില്പികൾക്ക് പ്രേരണയായിട്ടുള്ള ഗുരുനാഥന്മാർ ആയ ശ്രീ രാമവർമ്മ തമ്പാൻ, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, കുസുമം ആന്റണി, CV കുഞ്ഞിരാമൻ തുടങ്ങിയ 5 പേരാണ്. അതിന് കാരണം, അതിനൊരു പശ്ചാത്തലമുണ്ട്. അതിനു മുമ്പ് ശ്രീനാരായണ ഗുരു ആത്മീയ ചിന്തകളിൽ നിന്നും അദ്വൈതത്തിലേക്ക് വരികയും അദ്വൈതത്തിൽ നിന്നും അദ്ദേഹം നാസ്തികത്വത്തിലേക്ക് വരികയും നാസ്തികത്വത്തിൽ നിന്നും അദ്ദേഹം മാനവികതയിലേക്കും ഉയർന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് നാരായണ ഗുരു 1912 കൊല്ലം പട്ടത്താരത്ത് അച്യുതം മേശ്ശേരി എന്ന് പറയുന്ന ഒരു പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വീടിന്റെ പാലുകാച്ചിന് അദ്ദേഹം വന്നു. അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് ഗുരു പറഞ്ഞു, നാം ജാതി മതങ്ങൾ വിട്ടിരിക്കുന്നു. ഒരു സമുദായക്കാർ പറയുന്നു ഞാൻ അവരിൽ പെട്ടതാണെന്ന്. ഇത് വാസ്തവത്തിന് വിരുദ്ധമാണ്. ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ നിലപാട് അവസാനമായി എന്താണെന്നുള്ള വ്യക്തമാവുകയാണ്. ജാതിയും മതവും ഞാൻ വിട്ടിരിക്കുന്നു. SNDP യോഗത്തിൽ ജാത്യാഭിമാനം വർദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രാജിവെച്ച് മാറുന്നു എന്ന് പറയുന്ന ആ കാലഘട്ടം. അവിടെ നിന്ന് ഉള്ള അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായും മതങ്ങളിൽ നിന്ന് അന്യമായി മാനവിക തലത്തിലെത്തിയ ഒരു കാലമായിരുന്നു. ആ ഘട്ടത്തിൽ SNDP യോഗത്തിന് വിട്ട സാഹചര്യത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ ട്രസ്റ്റിന് രൂപം കൊടുക്കുമ്പോൾ അതിൽ അംഗമാകുന്ന ഏതൊരാളും സഹോദര ഭാവേന എന്ന അടിവരയുള്ള ഇട്ടിട്ട് അതാണ് യോഗ്യത എന്ന് അന്നത്തെ BA LT-കാരനായിരുന്ന ശ്രീ രാമവർമ്മ തമ്പാൻ, അവിടെ ഒരു സ്കൂളിലെ ഹെഡ്മാഷായിരുന്നു. സഹോദരൻ അയ്യപ്പൻ പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ്മാഷായിരുന്നു രാമവർമ്മ തമ്പാൻ. അദ്ദേഹത്തോട് ഗുരു പറഞ്ഞു, ഒരു ബൈല എഴുതി ഉണ്ടാക്കുക, അതിൽ ഈ പ്രത്യേക ലക്ഷണമായിരിക്കണം യോഗ്യതയായിട്ട് എഴുതേണ്ടത്. അങ്ങനെ സഹോദര ഭാവേന എന്ന് എഴുതി വെച്ചുകൊണ്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയാണ്. അന്ന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തോട് ഗുരു ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നു, നമ്മളെ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ നടത്തിപ്പ് അയ്യപ്പൻ ഏറ്റെടുത്തുകൂടെ? കാരണം മറ്റു പലരോടും അദ്ദേഹത്തിന്റെ വിശ്വാസമില്ലാതെ വന്നു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതിയോ? എന്തെങ്കിലും കൂടി ചെയ്യണ്ടേ അയ്യപ്പ? അങ്ങനെയാണ് ചെറായിൽ വെച്ച് ഒരു മിശ്രഭോജനം
എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അയ്യപ്പൻ തയ്യാറാകുന്നു. ആ സംഭവം കേരളത്തിൽ അന്ന് വളരെ ബഹളങ്ങൾ സൃഷ്ടിച്ചു. അയ്യപ്പനെ ജാതി സമുദായത്തിൽ നിന്ന് പ്രക്ഷകൽപ്പിച്ചു തുടങ്ങിയിട്ടുള്ള പല സംഭവങ്ങളിലും വിധേയമായി. ആ സഹോദര സങ്കല്പം ജന്മമെടുക്കുന്നത് നാരായണ ഗുരുവിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് വീണ വെളിച്ചത്തിൽ നിന്നായിരുന്നു. ആ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ സുപ്രധാനമായ ചില സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മിശ്ര ഭോജനത്തിന് ശേഷം കൊടുങ്ങല്ലൂർ ഭരണിക്കെതിരെ അതുപോലെയൊക്കെയുള്ള ചില സംഭവങ്ങൾ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ ലെനിനെയും റഷ്യയൊക്കെ ആദ്യമായി കേരളത്തിൽ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ പത്രത്തിലൂടെ അയ്യപ്പനാണ്. തുടർന്ന് അദ്ദേഹം ആ ആശയത്തോട് ആകർഷനാകുന്നു. അതിന്റെ ഫലമായി കേരളത്തിൽ ആദ്യമായി തൊഴിലാളി വർഗ സംഘടനകൾ രൂപീകരിക്കുവാനും അവർക്ക് വേണ്ടി പ്രയത്നിക്കുവാനും അവരുടെ എല്ലാ ഐശ്വര്യങ്ങളുടെ വർധനകൾക്ക് വേണ്ടി സമരം ചെയ്യുവാനും ഒക്കെ അയ്യപ്പൻ തയ്യാറാകുന്നുണ്ട്. കൊച്ചിൻ ലേബർ യൂണിയൻ, വൈപ്പിൻ ലേബർ യൂണിയൻ, തിരുവിതാംകൂർ ലേബർ യൂണിയൻ, ഇതൊക്കെ ആദ്യമായിട്ട് തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം രൂപീകരിച്ച സംഘടനകളാണ്. തുടർന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു, ജയിക്കുന്നു, MLA ആകുന്നു, മന്ത്രിയാവുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖ്യധാരയിലേക്ക് അയ്യപ്പൻ മാറിയപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്നേഹിച്ചിരുന്ന യുക്തിവാദ പ്രസ്ഥാനം പൂർണ്ണമായും അതിന്റെ ആശയപ്രചരണങ്ങൾ നടക്കില്ല എന്ന് അയ്യപ്പനും ബോധ്യം വരുന്നു. അതിന്റെ ഫലമായി അയ്യപ്പൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന മലയാളത്തിലെ നിരൂപക ആചാര്യനായ കുറ്റിപ്പുഴ അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, ആലുവ അദ്വൈതാശ്രമ പാഠശാലയിലെ. അപ്പം കുറ്റിപ്പുഴയും ഇദ്ദേഹവും പിന്നെ MC ജോസഫ് എങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ പ്രധാനപ്പെട്ട 5 പേർ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് യുക്തിവാദി സംഘം. ആ യുക്തിവാദത്തിന്റെ പേരിൽ തുടങ്ങിയ ആ സംഘടന പേര് ഇപ്പോഴും യുക്തിവാദം എന്ന ലേബലിൽ തന്നെ തുടരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ആ ഒരു സന്ദർഭത്തിന് അയ്യപ്പൻ തന്നെ അയ്യപ്പന്റെ പ്രവർത്തനങ്ങളിൽ പിൻവാങ്ങിയിട്ട് ഈ യുക്തിവാദി സംഘം രൂപം കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. അതിന് അന്ന് കൊടുത്ത പേര് കേരള യുക്തിവാദി സഭ എന്നായിരുന്നു. ആ സഭയുടെ പ്രവർത്തനം നീണ്ട കാലങ്ങളിൽ നടക്കുകയുണ്ടായി. അതിനൊക്കെ ശേഷം അനവധി ഘട്ടങ്ങളിലൂടെ മാറി വളർന്നാണ് നമ്മുടെ ഇപ്പം ഈ 2025 അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ ചിത്രങ്ങളിലേക്ക് നമ്മുടെ മുഖ്യ അവതാരകനും തുറന്ന് സംസാരിക്കാൻ വരുന്നവരൊക്കെ പറയാനിരിക്കുന്നുണ്ട്. ഞാനിതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഈ പ്രസ്ഥാനം ഈ അടുത്ത കാലത്തുള്ള ചില വിമർശനങ്ങൾ ഉണ്ട്. ഇതൊരു പരമ്പരാഗത സംഘടനയാണ്, ഇതൊരു അപ്ഡേറ്റ് ചെയ്യാത്ത, ശാസ്ത്രത്തെ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരു സംഘടനയാണ്. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ പറയുന്നതിലെ കുപ്രചരണങ്ങളാണ്. യുക്തിവാദി പ്രസ്ഥാനത്തിന് എന്നും നവയൗവനമാണ്. അത് യുക്തിവാദി സംഘം എന്നും ശാസ്ത്രത്തിനെ അടിസ്ഥാനമാക്കി മുമ്പോട്ട് ചലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ ലേറ്റസ്റ്റ് സയൻസ് എന്താണോ അതിന്റെ ചുവട് പിടിച്ചാണ് അന്ന്. അത് 500 വർഷം മുമ്പായാലും ഇനി 500 കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് യുക്തിവാദി പ്രസ്ഥാനത്തിന് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് യുക്തിവാദി പ്രസ്ഥാനം മുൻകാലങ്ങളിലും ഈ ആധുനിക കാലങ്ങളിലും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ള കാര്യം ഈ ചരിത്രപ്രധാനമായ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ യുക്തിവാദത്തിന്റെ ഒരു അധ്യായമാണ് നാസ്തിക്യം എന്ന് പറയുന്നത്, നാസ്തികത എന്ന് പറയുന്നത്. ഈ നാസ്തികതയും യുക്തിവാദവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് യുക്തിവാദ സംഘത്തിന്റെ ആശയപ്രചരണ തലം. സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ യാഥാർത്ഥ്യം കണ്ടെത്തുന്ന സമീപനത്തെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. നാസ്തിക്യം എന്ന് പറയുന്നത് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത കാലത്ത് ഈ നാസ്തിക്യത്തിന് ഒരു പുതിയ മുഖമുണ്ടായി. ആ മുഖം നവനാസ്തിക്യം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നവനാസ്തിക്യവും നാസ്തിക്യവും രണ്ടാണ്. നാസ്തികതയ്ക്ക് പാരമ്പര്യമായി തന്നെ അതിന് വളരെ അടിവേര് ഭാരതത്തിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദാർശനിക ഗ്രന്ഥങ്ങളായ സാങ്ക്യം, യോഗം, വൈശേഷികം, ന്യായം, മീമാംസ, ചാർവാകന്മാർ, കപിലന്മാർ, സാങ്ക്യന്മാർ, ഇങ്ങനെ പറയുന്ന വലിയൊരു പാരമ്പര്യ ഭാരതം. അതുകൊണ്ട് അതിൽ നിന്ന് അത്രയും അടിവേരുള്ള നാസ്തിക്യത്തിന് അതിൻ്റെതായ വ്യക്തിത്വവും
നൂതനത്വമുണ്ട്. എന്നാൽ ആധുനിക നവനാസ്തിക ചിന്തിക്കുന്നത് അങ്ങനെയല്ല. എന്തൊക്കെയാണ് നാസ്തിക്യം അല്ലെങ്കിൽ യുക്തിവാദം ചിന്തിക്കുന്നത്, അതിന് എതിരെന്തൊക്കെയാകാം എന്നാണ്. അതുകൊണ്ട് അങ്ങനെ സമീപനം യുക്തിവാദി പ്രസ്ഥാനത്തിനില്ല. യുക്തിവാദി പ്രസ്ഥാനം ഇത്രയും കാലമായിട്ട് എന്ത് ചെയ്തു എന്ന് ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ. കേരളത്തിൽ മതേതര ചിന്ത കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളിലും കൊളുത്തിവിട്ടത് യുക്തിവാദി പ്രസ്ഥാനമാണ്. കാരണം EMS പോലുള്ളവർ പോലും MC നടത്തിയിരുന്ന യുക്തിവാദി മാസിക വാങ്ങിച്ചുകൊണ്ട് വായിച്ചിട്ടാണ് ഈ ആശയങ്ങളിലേക്ക് ആകർഷണനാകുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ടേ എടുത്തൊരു നിലപാടുണ്ട്, മതത്തിന് എതിരായ യുദ്ധത്തിലാണ് യുക്തിവാദ സംഘം നിലകൊള്ളുന്നത്. എന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതമുണ്ടായ സാഹചര്യത്തിന് എതിരായ സമരത്തിലാണ് നിലകൊണ്ടത്. അതുകൊണ്ട് ഉള്ളവനില്ലാത്തവൻ അല്ലെ തൊഴിലാളി മുതലാളി എന്ന് പറയുന്ന തരത്തിൽ നിന്നുള്ള പ്രവർത്തനം നടത്തുമ്പോൾ മതത്തിനും ദൈവത്തിനെതിരെയുള്ള സമരങ്ങളിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനം മൗനം നടിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ കാലത്ത് 100% ജനങ്ങളിൽ ശാസ്ത്രീയബോധം ഉണ്ടാക്കാനും ഭൗതിക ചിന്ത വളർത്താനും അങ്ങേയറ്റം പരിശ്രമിച്ചത് യുക്തിവാദ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ബൗദ്ധിക തലത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മതേതര ചിന്ത, മതനിരപേക്ഷമായ ചിന്ത, മാനവികത ബോധമൊക്കെ വളർത്തുന്നതിൽ അടിസ്ഥാന ശിലയിട്ടത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനമാണ്.